അപ്പോൾ കനുപ്രിയയിലെ പൂർവരാഗിലെ തീസ്ര ഗീതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. തീസ്ര ഗീത് ഇതും കഴിഞ്ഞ രണ്ട് ഗീതങ്ങളെയും പോലെ തന്നെ രാധയുടെ മനോഗതങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വരികളിലേക്ക് പോകാം. घाट से लौटते हुए तीसरे पहर की अलसाई बेला में मैंने अक्सर तुम्हें कदम्ब के नीचे चुपचाप ध्यान मग्न खड़े पाया. मैंने कोई अज्ञात वन देवता समझ कितनी बार तुम्हें प्रणाम कर सिर झुकाया, पर तुम खड़े रहे अडिग, निर्लिप्त, वीतराग, निश्चल. तुमने कभी उसे स्वीकारा ही नहीं. दिन पर दिन बीतते गए और मैंने तुम्हें प्रणाम करना भी छोड़ दिया, पर मुझे क्या मालूम था कि वो अस्वीकृति ही अटूट बंधन बनकर मेरी प्रणामबद्ध अंजलियों में, कलाइयों में इस तरह लिपट जाएगी कि कभी खुल ही नहीं पाएगी. और मुझे क्या मालूम था कि तुम केवल निश्चल खड़े नहीं रहे. तुम्हें वो प्रणाम की मुद्रा और हाथों की गति इस तरह भा गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे. इस संपूर्ण के लोभी तुम भला उस प्रणाम मात्र को क्यों स्वीकारते. और मुझ पगली को देखो कि मैं तुम्हें समझती थी कि तुम कितने वीतराग हो, कितने निर्लिप्त. വളരെ മനോഹരമായൊരു പ്രണയകാവ്യമാണിത്. അത് രാധയുടെ മനസ്സിലെ കൃഷ്ണനെ പ്രതിയുള്ള ചിന്തകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് രാധാക്ക് പ്രണയ വികാസ ഹെ, രാധയുടെ മനസ്സിൽ കൃഷ്ണനോടുള്ള ആ പ്രണയത്തിൻ്റെ അതിൻ്റെ ഒരു പ്രോഗ്രസ് ആണ് നമ്മളവിടെ കാണുന്നത്. അതിനെ ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മനോവൈജ്ഞാനിക തഥിക്ക് രൂപമേ പ്രസ്തുതിക്കാ ഹെ. അതായത് രാധയുടെ കുറച്ച് എന്താ പറയുക, മനഃശാസ്ത്രപരമായ ഒരു സമീപനം രാധയുടെ കഥാപാത്രത്തെ നമ്മൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് പ്രണയത്തിൽ അകപ്പെട്ടവരെ കുറിച്ചുള്ള ഒരു സൈക്കോളജിയാണ്. അതായത് ഒരാൾക്ക് ഒരാളോട് പ്രണയം തോന്നുന്നു. അപ്പോൾ പ്രണയം തോന്നിയ ആളെ തീർച്ചയായിട്ടും കാണുമ്പോഴൊക്കെ വീക്ഷിക്കും. അയാൾ അറിയാതെയായിരിക്കും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും, അയാളെ നിരീക്ഷിക്കും. ഫുൾ മനസ്സും കണ്ണും ഒക്കെ അയാളിലായിരിക്കും, ശ്രദ്ധ മുഴുവൻ അവിടെയായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മറ്റേ വ്യക്തി അവഗണിച്ച് പോവുകയാണെങ്കിൽ, അതായത് മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ, ആ ഒരു അവസ്ഥ, ആ ഒരു പെയിനാണ് നമ്മളവിടെ കാണുന്നത്. അതായത് രാധയുടെ മനസ്സ് നിറയെ കൃഷ്ണനോടുള്ള പ്രണയമാണ്. അപ്പോൾ അത്രയും പ്രണയത്തോടു കൂടി രാധ കൃഷ്ണനെ നോക്കുമ്പോൾ ആ കൃഷ്ണൻ രാധയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, രാധയെ അവഗണിച്ച് കടന്നു പോവുകയാണ്. അപ്പോൾ രാധയ്ക്ക് പിന്നെ അത് മാത്രമാണ് ചിന്ത. എന്തുകൊണ്ടായിരിക്കാം എന്നെ അവഗണിച്ചത്, എന്താണ് എന്നോട് ഇഷ്ടം തോന്നാത്തത്, അല്ലെങ്കിൽ ഇഷ്ടം എന്താണ് ഉണ്ടായിട്ടും പ്രകടിപ്പിക്കാത്തതാണോ, അങ്ങനെ രാധയുടെ മനസ്സിലുള്ള വ്യാകുലതകളാണ് നമ്മൾ ഈ വരികളിൽ കാണുന്നത്. എന്നിട്ട് അവസാനം രാധ എന്ത് നിഗമനത്തിൽ എത്തിച്ചേരുന്നു എന്നുകൂടി കാണാം. ആ ചിന്തകളുടെ അവസാനം രാധ എത്തിച്ചേരുന്ന നിഗമനവും, അല്ലെങ്കിൽ രാധയുടെ ഫൈൻഡിങ്സ് എന്താണ്, അതിൻ്റെ അവസാനം രാധ എന്താണ് കണ്ടെത്തുന്നത്, എന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പെരുമാറിയത് എന്നുള്ള ആ ഒരു ഫൈൻഡിങ്സും നമുക്ക് അതിൻ്റെ അവസാനമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ രാധയുടെ മനസ്സിൽ ആ ചിന്തകളാണ്, എന്ന് വെച്ചാൽ രാധ എപ്പോഴും കൃഷ്ണനെ വാച്ച് ചെയ്യുന്നു, എന്നാൽ ആ കൃഷ്ണൻ രാധയെ ശ്രദ്ധിക്കുന്നേയില്ല. അതാണ് ആ വരികൾ. ഈ തീസരേ ഗീതം എന്ന് പറയുന്ന അതാണ്. അതായത് എവിടെയാണ് രാധ കൃഷ്ണനെ കാണുന്നത് എന്നുള്ളതിൽ നിന്നാണ് തുടക്കം. ഘാട്ട് സേ ലോട്ടത്തെ ഹുയേ, ഘാട്ട് എന്ന് പറയുന്ന തീരമാണ്. അപ്പോൾ ഇവിടെ ഒരു നദീ തീരമായിട്ട് പറയുന്നത്, അവരുടെ പ്രണയലീലകളെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതിൽ അറിയാലോ, യമുനാ നദിയുടെ തീരമാണ്. അപ്പോൾ ഇവിടെ ഈ സന്ദർഭം യമുനാ നദിയുടെ തീരമാണ്. അപ്പോൾ യമുനാ തീരത്ത് നിന്ന് ലോട്ടത്തെ ഹുയേ, ഞാൻ മടങ്ങുന്ന സമയത്ത് കൃഷ്ണനെ കാണാറുണ്ട് എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉപയോഗിച്ചിട്ടുള്ള സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, അപ്നി പ്രിയ അല്ലെങ്കിൽ അപ്നി പൂജ്യ വ്യക്തി ദ്വാരാ ജോ ഉപേക്ഷ ഹോത്തി ഹെ ഉസ്സേ ഉസ്കെ മൻമേ ഉൽപ്പന്ന വ്യാകുലത, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇഷ്ടം തോന്നിയ ആളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു ഉപേക്ഷ അല്ലെങ്കിൽ അവഗണന, അതാണ് ഇതിൻ്റെ ഈ വരികളുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എപ്പോഴും എവിടെ ഉണ്ടാവാറുണ്ട്, യമുനാക്കെ ഘാട്ട് രാസ്തേമേ, യമുനയുടെ തീരത്തുള്ള എവിടെയാണ്, ഒരു തീസരേ പഹർ കി അൽസായി ബേലാമേ, രാധ കാണുന്ന സമയമാണ്. തീസരേ പഹർ ആണ്. തീസരേ പഹർ എന്ന് പറയുന്നത്, പഹർ എന്ന് പറഞ്ഞാൽ യാമം എന്നാണ് അർത്ഥം. പഹർ അല്ലെങ്കിൽ പ്രഹർ രണ്ടും പറയാം, പഹർ എന്നോ പ്രഹർ എന്നോ പറയാം. അതായത് നമുക്ക് മൊത്തം 24 മണിക്കൂറിൽ
മൊത്തം 8 പ്രഹറുണ്ട്, അല്ലെങ്കിൽ 8 യാമങ്ങളുണ്ട്. അതായത് ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അപ്പോൾ 3 × 8 = 24. അപ്പോൾ 3 മണിക്കൂർ വീതം വിഭജിച്ചുകൊണ്ട് 3 മണിക്കൂർ വീതം തിരിച്ചുകൊണ്ട് നമ്മൾ ഓരോരോ യാമങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് സമയം അറിയാനുള്ള ഒരു യൂണിറ്റ് അതായിരുന്നു, യാമം എന്നുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ദൊപഹർ എന്നുള്ള വേർഡ് നിങ്ങൾക്കൊക്കെ ഫെമിലിയർ ആണ്. ദൊപഹർ എന്ന് പറയുന്നത് അറിയാലോ, എന്താണ് ദൊപഹർ? ഉച്ച സമയമാണ്. അപ്പോൾ 2ാം യാമം അല്ലെങ്കിൽ ദൊപഹർ എന്ന് പറയുന്നത് ഉച്ച സമയത്തെയാണ്. അപ്പോൾ തീസരാ പഹർ എന്തായിരിക്കും? ഉച്ച കഴിഞ്ഞുള്ള ആ സമയം. അപ്പോൾ ഉച്ചയ്ക്ക് ആ നട്ടുച്ച അല്ലെ 12 മണി ടൈമൊക്കെയാണ് മുതലാണ് നമ്മൾ ഈ ദൊപഹർ എന്ന് പറയുന്ന സമയം. 12 മണി എന്നുവെച്ചാൽ നട്ടുച്ച സമയത്തെയാണ് നമ്മൾ ദോപഹർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2ാം യാമം കഴിഞ്ഞുള്ള 3ാം യാമം എന്ന് പറയുന്നത് ആ ഉച്ച കഴിഞ്ഞുള്ള 3 മണിക്കൂറാണ്. അപ്പോൾ സായാഹ്നം, അതാണ് സംഗതി. അപ്പോൾ ഒരു എന്താ പറയുക, വൈകുന്നേര സമയമാണ് ഈ തീസരാ പഹർ എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ തീസരേ പഹർ കി അൽസായി വേല. അപ്പോൾ ഒരു വൈകുന്നേരം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചൊന്ന് അലസമായി ഒന്ന് റെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചൊന്ന് ലേസിനെസ് ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണല്ലോ സായാഹ്നം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തീസരേ പഹർ, അപ്പോൾ ആ ദിവസത്തിൻ്റെ ആ ഒരു തീസരേ പഹർമേയും അല്ലെങ്കിൽ ആ ഒരു വൈകുന്നേര സമയത്ത് ആ ഉസ്കി അൽസായി വേലാമേ, അപ്പോൾ വളരെ എല്ലാവരും വളരെ ലേസി ആയിട്ട് കാണപ്പെടുന്ന ആ ഒരു സമയത്താണ് ഞാൻ കൃഷ്ണനെ കാണാറുള്ളത്. എവിടെയാണ് കാണാറുള്ളത്? മേനെ അക്സർ തുമേം കദംബ് കെ നീച്ചെ. ആ കദംബ വൃക്ഷത്തിൻ്റെ താഴെ, നമ്മൾ മലയാളത്തിൽ കടമ്പ് മരം എന്ന് പറയുമല്ലോ, കടമ്പ്, അതാണ് കദംബ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ആ കടമ്പ് മരത്തിൻ്റെ ചോട്ടിലായിട്ട് മേനെ തുചേ ഹമേഷ പായാ ഹെ. ഏതവസ്ഥയിലാണ് കൃഷ്ണനെ കണ്ടിട്ടുള്ളത്? ചുപ്ചാപ്പ് ധ്യാനമഗ്ന് ഖടേ. കൃഷ്ണൻ എങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്? ചുപ്ചാപ്പ്, നിശബ്ദനായി, ധ്യാനമഗ്ന്, ധ്യാനത്തിൽ മുഴുകിയ അവസ്ഥയിലാണ് ഞാൻ കൃഷ്ണനെ കാണാറുള്ളത്. അപ്പോൾ തീസരേ പഹർ കി അൽസായി ബേലാമേം മേനെ അക്സർ തുമേം കദംബ് കെ നീച്ചെ ചുപ്ചാപ്പ് ധ്യാൻമഗ്ന് ഖടേ പായ. ഞാൻ എപ്പോഴും കൃഷ്ണനെ കാണാറുള്ളത് യമുനയിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ, യമുനാ തീരത്ത് നിന്ന് വരുന്ന വഴിയിലായി ആ വഴിയോരത്തുള്ള ആ കദംബ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ മിണ്ടാതെ നിശബ്ദനായി ധ്യാനമഗ്നനായി നിൽക്കുന്ന കൃഷ്ണനെയാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ആ കൃഷ്ണനോട് രാധയുടെ മനസ്സിൽ അങ്ങേയറ്റം അനുരാഗമാണ്. ആ അനുരാഗം അവൾ കൃഷ്ണനിൽ നിന്ന് തിരിച്ച് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഞാൻ നോക്കുന്നത് പോലെ കൃഷ്ണൻ എന്നെയും നോക്കണം എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ രാധയെ ശ്രദ്ധിക്കുന്നേയില്ല, മൈൻഡ് ചെയ്യുന്നേയില്ല. അത് വാസ്തവത്തിൽ അതൊരു നാട്യമാണ്. അതായത് രാധയെ നോക്കാതിരിക്കാൻ കൃഷ്ണനാവില്ലല്ലോ. രാധയ്ക്ക് അങ്ങോട്ടുള്ളതിനേക്കാൾ പ്രണയം കൃഷ്ണന് തിരിച്ചുണ്ട്. പക്ഷേ രാധയുടെ മുന്നിൽ ആ പ്രണയം കൃഷ്ണൻ ഭാവിക്കാതെ അഭിനയിക്കുന്നതാണ് വാസ്തവത്തിൽ. അപ്പോൾ രാധയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിലും രാധ അത് മനസ്സിലാക്കാതിരിക്കാനും കൃഷ്ണൻ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ കള്ളകൃഷ്ണൻ എന്ന് വളരെ വാത്സല്യത്തോടു കൂടിയൊക്കെ കൃഷ്ണനെ വിളിക്കുന്നത്, അല്ലേ? ചതുരഹേ, കൃഷ്ണൻ വളരെ എന്താ പറയുക, വളരെ സൂത്രശാലി കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, രാധയെ നോക്കുന്നുണ്ടെങ്കിലും അത് രാധ അറിയാതെയാണ് കൃഷ്ണൻ രാധയെ നോക്കുന്നത്. പാവം രാധ അതറിയുന്നില്ല. രാധ ആകെ സങ്കടപ്പെട്ടു പോവാണ്. എന്താണ്, എൻ്റെ മനസ്സിൽ ഇത്രയും അനുരാഗം കൃഷ്ണനോടുണ്ട്, ഞാൻ ഇത്ര സ്നേഹത്തോടു കൂടി കൃഷ്ണനെ നോക്കിയിട്ട് കൃഷ്ണൻ എന്നെ ഒന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് രാധ. അപ്പോൾ ആ വരികൾ, മേനെ അക്സർ തുമേം കദംബ് കെ നീച്ചെ ചുപ്ചാപ്പ് ധ്യാനമഗ്ന ഖടേ പായ. കദംബ വൃക്ഷത്തിൻ്റെ ചോട്ടിൽ മിണ്ടാതെ ധ്യാനമഗ്നനായി നിൽക്കുന്ന കൃഷ്ണനെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. എപ്പോഴാണ്? സായാഹ്നത്തിൽ. മേനെ കോയി, അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണത്. മേനെ കോയി അജ്ഞാത് വനദേവതാ സമജ്. ഞാനത് ഏതോ ഒരു അജ്ഞാതനായ വനദേവതയാകുമെന്ന് കരുതി. കിത്തനി ബാർ തുമേം പ്രണാം കർ സിർ ഝുക്കായ. കിത്തനി ബാർ തുമേം പ്രണാം കർത്തേ ഹുയേ മേനെ സിർ ഝുക്കായ. അപ്പോൾ കൃഷ്ണനെ കാണുന്ന സമയത്തൊക്കെ രാധ ഉസ് രാസ്തേ സെ ഗുസർത്തി ഹെ, അതുവഴി കടന്നു പോകുന്ന രാധ എന്താണ് ചെയ്യുന്നത്? കൃഷ്ണനെ ഒരു വനദേവതയെ പോലെ കരുതി. അപ്പോൾ കൃഷ്ണനെ തൻ്റെ പ്രണയി എന്നതിലുപരി കൃഷ്ണനെ ഒരു ദേവതയെ പോലെ കരുതിക്കൊണ്ട്, ഒരു വനദേവതയാണെന്ന് ചിന്തിച്ചുകൊണ്ട്, അത്രയും റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടെന്നാണ്. അപ്പോൾ അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ട്, ധ്യാനമഗ്നനായി നിൽക്കുന്ന ആളല്ലേ, അപ്പോൾ അത്രയും ബഹുമാനം കൊടുത്തുകൊണ്ട് മെനെ കിത്നി ബാർ തുമേ പ്രണാം കിയാ സിർ ഝുക്കായ. നിന്റെ മുന്നിൽ എത്രയോ തവണ മെനെ സിർ ഝുക്കാക്കർ പ്രണാം കിയാ ഹെ.
സിർജുക്കാന എന്ന് പറഞ്ഞാൽ തലകുനിക്കുക, തലകുനിച്ച് പ്രണാം കിയ, പ്രണമിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ എന്നതിലുപരി ഒരു വനദേവതയെ പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു പൂജനീയമായൊരു പരിവേഷം കൊടുത്തുകൊണ്ട്, ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് എത്രയോ തവണ ഞാൻ തല കുമ്പിട്ട് നിന്റെ മുന്നിൽ നമസ്കരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ ആ നമസ്കാരത്തിന് മറുപടിയായി നീ എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിക്കും എന്നാണ് ഞാൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ കണ്ടതായി ഭാവിക്കും, അല്ലെങ്കിൽ ഒന്ന് കൈയെടുത്ത് കാട്ടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും രാധ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? തും ഖടേ രഹേ അഡിഗ്. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും, അതായത് നിന്നെ നമസ്കരിച്ചിട്ടും നീ എന്താണ് ചെയ്തത്? അഡിഗ് ഖടേ രഹേ. അഡിഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറച്ചു നിന്നു. നീ ഏതവസ്ഥയിലാണോ നിന്നിരുന്നത് അങ്ങനെ തന്നെ നിന്നു, നിനക്കൊരു ഭാവമാറ്റവും ഉണ്ടായില്ല, ഉറച്ചു നിന്നു. ഓർ നിർലിപ്ത രഹേ. നിർലിപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? നാ ലഗാവ് ദിഖാത്തെ ഹുയെ, ലഗാവ് നാ രഖത്തെ ഹുയെ. എന്നോട് ഒരു പരിചയഭാവവും കാട്ടാതെ, അല്ലെങ്കിൽ സംബന്ധ വിഹീൻ ഹോക്കർ, അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും ഒരു അടുപ്പം കാട്ടാതെ നീ നിന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? ഒരു വിരക്തിയുള്ള അവസ്ഥയിൽ, സാംസാരിക് മോഹമായാസെ വിരക്ത് ഹോക്കർ ദൂർ രഹക്കർ തും ഖടേ രഹേ. അതായത് ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളതിൽ ഒരു ശ്രദ്ധയുമില്ലാത്തവനെ പോലെ നീ നിന്നു. അതാണ് നിർലിപ്ത ഹോന എന്ന് പറയുന്നത്. വീതരാഗ് രഹേ. വീതരാഗ് എന്ന് പറയുന്നത് ആ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥ, അതായത് ഈ നിർലിപ്തിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണിത്, ഈ പറയുന്ന വീതരാഗ് എന്ന് പറയുന്നത്. അതായത് എന്താണ്? ചുറ്റും നടക്കുന്ന ഒന്നിലും കോൺഷ്യസ് അല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ വീതരാഗ് ഹോന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? മൊത്തത്തിൽ നിന്നൊരു ഡിറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തുകൊണ്ട്. ഇനി നിശ്ചൽ രഹേ. നിശ്ചൽ എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റായി, നിശ്ചലനായി, അനങ്ങാതെ നിന്ന അവസ്ഥയിൽ തന്നെ നീ തുടർന്നു, നിനക്ക് ഒരു മാറ്റവും കണ്ടില്ല. അപ്പോൾ കൃഷ്ണൻ ഏതവസ്ഥയിലാണ് നിന്നത്? അഡിഗ്രഹേ. അഡിഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ചു നിന്നു. നിർലിപ്തരഹേ. നിർലിപ്തം എന്ന് പറഞ്ഞാൽ ഒരു ചുറ്റുപാടിനോടോ പരിസരത്തോടോ ഒരു ബന്ധവുമില്ലാത്ത പോലെ നിന്നു. വീതരാഗ്രഹേ. വീതരാഗ് എന്ന് പറഞ്ഞാൽ വിരക്തിയാണ്. സാംസാരിക മോഹമായയോടെല്ലാം ഒരു വിരക്തിയുള്ള പോലെ, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയ അവസ്ഥയിൽ നിന്നു. നിശ്ചൽ രഹേ. ഒരു ചലനവുമില്ലാതെ നീ നിന്നു. അപ്പോൾ ഒരു പെൺകുട്ടി മുന്നിൽ വന്നു പ്രണമിച്ചു, തലകുനിച്ചു, തലകുമ്പിട്ട് പ്രണമിച്ചു. നീ അതൊന്നും വകവയ്ക്കാതെ അതേ അവസ്ഥയിൽ തന്നെ നിന്നു. തുമ്നെ കഭി ഉസെ സ്വീകാരാ നഹീം. എൻ്റെ ആ ഒരു വന്ദനം നീ സ്വീകരിച്ചതേയില്ല. ഞാൻ നിന്നെ വന്ദിച്ചത് നീ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. നിന്റെ കണ്ണുകൊണ്ട് നീ അങ്ങനെ ഒരു ഭാവം എന്നോട് കാട്ടിയില്ല, എന്നെ ഒന്ന് നോക്കിയില്ല. അപ്പോൾ എന്നെ നീ പൂർണ്ണമായും അവഗണിച്ചു കളഞ്ഞു. തുമ്നെ കഭി ഉസെ സ്വീകാരാ ഹി നഹീം. അപ്പോൾ എൻ്റെ ആ ഒരു നമസ്കാരം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വന്ദിച്ചത് നീ ഒരിക്കൽ പോലും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവിടെ എന്താ പറഞ്ഞത്? രാധാ ഉസ് रास्ते से गुजरते वक्त कृष्ण को एक वन देवता समझकर उसके आगे सिर झुकाती है और उसे प्रणाम भी करती है. लेकिन कृष्ण क्या करता है? वो अनजान सा, जानबूझकर ऐसा करता है. जानबूझकर എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധപൂർവം. കൃഷ്ണൻ അറിയാം എന്നെ ഒരുപാട് പ്രണയിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പ്രണയിക്കുന്ന പെൺകുട്ടി എൻ്റെ മുന്നിലുണ്ട് എന്ന് കൃഷ്ണൻ അറിയാം. പക്ഷേ ഓ ജാൻബൂജ്കർ ऐसा करता है. ബോധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ഏസാ കർത്താ ഹെ, വോ ഏസാ കർത്താ ഹെ. എന്താണ് ചെയ്യുന്നത് കൃഷ്ണൻ? അവളെ കണ്ടതായി ഭാവിക്കുന്നേയില്ല. ഉസ്കെ പ്രണാം കോ സ്വീകാർ നഹീ കർത്താ ഹെ और अटल निर्लिप्त और वीतरागी के समान अनजान की मुद्रा में वहीं കൃഷ്ണ ഖടാ രഹതാ ഹെ, ഉസ്കി ഓർ ദേഖ്താ തക് നഹീ ഹെ. അവളെ നോക്കുന്നേയില്ല. അടുത്ത വരികൾ ദിൻ പർ ദിൻ ബീത്തേ ഗേ. അങ്ങനെ ദിൻ ബീത്തേ ഗേ, ദിവസങ്ങൾ കടന്നുകൊണ്ടേയിരുന്നു. ദിൻ പർ ദിൻ ബീത്തേ ചലേ ജാത്തെ ഹെ. ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോകുന്നു. കൃഷ്ണൻ ഇങ്ങനെ ധ്യാനമഗ്നനായി നിൽക്കുന്നു. രാധ ചെന്ന് വന്ദിക്കുന്നു, കൃഷ്ണൻ അവഗണിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവുകയാണ്. और मैंने तुम्हें प्रणाम करना भी छोड़ दिया. मैंने तुम्हें प्रणाम करना भी छोड़ दिया. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രാധയുടെ മനസ്സിലും ഒരു ചെറിയ ദേഷ്യഭാവമൊക്കെ വന്നു, അല്ലെങ്കിൽ ഒരു പിണക്കം വന്നിട്ട് പ്രണാം കർണ ചോടുതിയ, ഞാൻ എന്തിന് വെറുതെ പോയി പ്രണമിച്ച് നാണം കെടണം, എന്നെ അവഗണിക്കുന്ന ആളല്ലേ എന്ന് കരുതിയിട്ട് രാധ എന്ത് ചെയ്യുന്നു? പ്രണാം കർണ ചോടുതിയ. കൃഷ്ണനെ പ്രണമിക്കുന്നത് രാധ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പ്രണാം കർണ ഭി ചോടുതിയ. മേനെ തുച്ചെ പ്രണാം കർണ ഭി ചോടുതിയ.
और मैंने तुम्हें प्रणाम करना भी छोड़ दिया, पर मुझे क्या मालूम था कि वो अस्वीकृति ही अटूट बंधन बनकर मेरी प्रणामबद्ध अंजलियों में, कलाइयों में इस तरह लिपट जाएगी कि कभी खुल ही नहीं പായേഗി. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകവേ ഞാനും നിന്നെ പ്രണമിക്കുന്നത് തന്നെ നിർത്തിയപ്പോൾ മുझे क्या मालूम था, അന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. മുझे क्या मालूम था, എനിക്ക് എന്തറിയാമായിരുന്നു. ആ അസ്വീകൃതി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ള അസ്വീകൃതി, അതല്ലെങ്കിൽ ആ അവഗണന, അതുതന്നെ അട്ടൂട്ട് ബന്ധൻ ബൻകർ, അട്ടൂട്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊട്ടാത്ത, ബന്ധനമായിക്കൊണ്ട്, ഒരിക്കലും പൊട്ടാത്ത ഒരു ചരടായിക്കൊണ്ട്, ഒരിക്കലും പൊട്ടാത്ത ഒരു ചരട് പോലെ, വളരെ ശക്തിയുള്ള, വളരെ കാഠിന്യമുള്ള, സ്ട്രോങ് ആയ ഒരു ചരട് പോലെ മേരി പ്രണാമബദ്ധ അഞ്ജലിയോമേം. പ്രണാമബദ്ധ എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷ്ണനെ പ്രണമിക്കുന്ന എൻ്റെ ആ അഞ്ജലി എന്ന് പറയുന്നത് എൻ്റെ ആ കൂപ്പുകൈകളാണ്. എൻ്റെ ആ കൈകളിൽ, അല്ലെങ്കിൽ എൻ്റെ കലായിയോമേ, കലായി എന്ന് പറയുന്നത് അതന്നെ, അപ്പോൾ കൈകളെയാണ്. അപ്പോൾ മേരി അഞ്ജലിയോമേം ഓർ കലായിയോമേ, അപ്പോൾ എൻ്റെ കൈകളിൽ, എൻ്റെ ആ കൃഷ്ണനെ പ്രണമിക്കുന്ന എൻ്റെ ആ കൂപ്പുകൈകളിൽ ലിപ്പട്ട് ജായകി, ലിപ്പട്ടന എന്ന് പറഞ്ഞാൽ ചുറ്റി വരിക, അതാണ് ലിപ്പട്ടന. कि कभी खुल ही नहीं पाएगी, खुलना എന്ന് പറഞ്ഞാൽ തുറക്കുക, ഖുൽന പാന എന്ന് പറഞ്ഞാൽ തുറക്കാൻ കഴിയാത്തത്. അപ്പോൾ ഒരിക്കലും എനിക്ക് അഴിച്ചു കളയാനാകാത്ത വിധം അത്രയും കട്ടിയുള്ള ഒരു ചരട് കൊണ്ട്, ആ ചരട് ഏതാണ്? കൃഷ്ണന്റെ അസ്വീകൃതി എന്ന ചരട്, അല്ലെങ്കിൽ കൃഷ്ണന്റെ അവഗണന എന്ന ചരട് കൊണ്ട് നീ എൻ്റെ കൈകളെ, അല്ലെങ്കിൽ നിന്നെ പ്രണമിച്ച് നിൽക്കുന്ന ആ കൈകളെ നീ ചുറ്റി വരിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ കണ്ണ എന്നാണ്. അതായത് എന്നും കൃഷ്ണൻ രാധയെ നോക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാധയുടെ മനസ്സിൽ കൃഷ്ണൻ ഇത്രത്തോളം വേരോടില്ലായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതത്രയും കൃഷ്ണനെ കണ്ടു എന്നതിനപ്പുറം ഒന്നും തോന്നില്ല. മറിച്ച് അവിടെ എന്താണ് സംഭവിച്ചത്? ആ അവഗണന ഒരു വേദനയായി ഊണിലും ഉറക്കിലും എല്ലാം അവളുടെ മനസ്സിൽ ഇങ്ങനെ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൃഷ്ണൻ നോക്കിയില്ല എന്നുള്ള സങ്കടം അവൾ വീട്ടിൽ ചെന്നാലും അടുത്ത ദിവസവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവളുടെ മനസ്സിനെ ബാധിച്ചു. അതായത് അവളുടെ മനസ്സിൽ എപ്പോഴും ഒരൊറ്റ ചിന്ത മാത്രമേ പിന്നുള്ളൂ, കണ്ണൻ എന്ന ആ ഒരു ചിന്ത. നേരെ മറിച്ച് അവൾ നോക്കിയപ്പോൾ തിരിച്ച് കണ്ണനും നോക്കിയിരുന്നെങ്കിൽ ഇത്രത്തോളം ആഴത്തിൽ കൃഷ്ണൻ അവളുടെ മനസ്സിൽ പതിയില്ലായിരുന്നു. അപ്പോൾ ആ അവഗണനയാണ് വാസ്തവത്തിൽ അവളുടെ കൈകളെ, അല്ലെങ്കിൽ ആ കൃഷ്ണനെ തൊഴുത ആ കൈകളെ, അപ്പോൾ ആ കൈകളെ ഒരു ചരട് കൊണ്ട്, അവഗണനയുടെ ചരട് കൊണ്ട് കൃഷ്ണൻ കെട്ടിയിടുകയായിരുന്നു, അതൊരു സൂത്രമായിരുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ മുझे उस समय नहीं मालूम था कि तुम्हारी जो अस्वीकृति है वो एक अटूट बंधन के समान मेरी इन अंजलियों को, यानी मेरी कलाइयों को, എൻ്റെ ഈ കൈകളെ ബാന്ധതി ജാओगे, അല്ലെങ്കിൽ കെട്ടിയിടുമെന്ന് मैंने न जाना और वो बंधन में कभी खुल भी नहीं पाएगी, यह मुझे उस समय पता नहीं था. ആ സമയത്ത് എനിക്കത് അറിയില്ലായിരുന്നു. और मुझे क्या मालूम था, അത് മാത്രമല്ല എനിക്ക് അറിഞ്ഞൂടാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? തും കേവൽ നിശ്ചൽ ഖടേ നഹി രഹേ, നീ അവിടെ വെറുതെ നിശ്ചലനായി നിൽക്കുകയായിരുന്നില്ല. ഞാൻ കരുതിയത് എന്താണ്? നീ അവിടെ നിശ്ചലനായി അനങ്ങാതെ നിൽക്കുകയാണെന്നാണല്ലോ ഞാൻ കരുതിയത്. ലേക്കിൻ തുമേം वह प्रणाम की मुद्रा और हाथों की गति इस तरह भाग गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे. അതായത് അവിടെ അനങ്ങാതെ എന്നെ കാണാത്ത പോലെ നീ നിൽക്കുന്ന സമയത്ത് വാസ്തവത്തിൽ നീ എന്ത് ചെയ്യായിരുന്നു? മേരി വോ പ്രണാം കി മുദ്ര, നിന്നെ പ്രണമിക്കുന്ന എൻ്റെ ആ മുദ്ര, അല്ലെങ്കിൽ എൻ്റെ ആ അവസ്ഥ, നിന്നെ പ്രണമിച്ച അവസ്ഥയിലുള്ള എന്നെ, ആർ മേരെ ഹാഥോം കി ഗതി, എൻ്റെ കൈകളുടെ ചലനം, നിന്റെ മുന്നിൽ വന്ന് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സസൂക്ഷ്മം നീ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ നിന്നെ പ്രണയിക്കുന്ന രീതി, എൻ്റെ കൈകളുടെ ചലനം, എൻ്റെ ആ പ്രണമിക്കുന്ന ആ ഒരു കൈകളുടെ മുദ്ര, ഇതൊക്കെ ഇസ്തര ഭാഗയി, ഭാന എന്ന് പറഞ്ഞാൽ ആകർഷിത് കർണ എന്നാണ്,
നിന്നെ അത്രത്തോളം ആകർഷിച്ചിരുന്നു എന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല. അപ്പോൾ എന്നെ കാണാതെ കണ്ണുടച്ച് നീ നിൽക്കുന്നു എന്നാണ് ഞാൻ കരുതിയത്. വാസ്തവത്തിൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കൈകളുടേതുൾപ്പെടെ എല്ലാ ചലനങ്ങളും നീ സസൂക്ഷ്മം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രണമിക്കുന്ന ആ മുദ്ര നീ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. ഓർ വോ തുഛെ ബഹുത് അധിക് ഭാ ഗയി ഹൈ, വളരെ നിന്നെ അത് ആകർഷിച്ചിട്ടുണ്ടെന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല. തും മേരെ ഏക് ഏക് അംഗ് കി, എൻ്റെ ശരീരത്തിലെ ഓരോരോ അംഗെന്ന് പറഞ്ഞാൽ അവയവങ്ങൾ, എൻ്റെ ഓരോ ശരീരഭാഗങ്ങളെയും ഏക് ഏക് ഗതിക്കോ ഉസ്കി ഏക് ഏക് ഗതിക്കോ, അതിൻ്റെ ഓരോരോ ചലനങ്ങളെയും പൂരി തര ബാന്ധ്ലോകെ, നീ മൊത്തത്തിലാണ് സ്വീകരിച്ചത്. ബാന്ധുലോന എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടിയിടുക എന്നാണ് ബാന്ധന എന്ന് പറയുന്നത്. അപ്പോൾ നിനക്ക് എൻ്റെ ഞാൻ നിന്നെ പ്രണമിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നീ എല്ലാം സസൂക്ഷ്മം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എൻ്റെ കൈകളുടെ ചലനം മാത്രമല്ല, എൻ്റെ സർവാംഗങ്ങളെയും അല്ലെങ്കിൽ എൻ്റെ മുഴുവൻ ശരീരഭാഗങ്ങളെയും അതിൻ്റെ മൊത്തത്തിലുള്ള ചലനങ്ങളെയും നീ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ രാധ വാസ്തവത്തിൽ അന്ന് വളരെ സങ്കടത്തിലാണ് ഓരോ ദിവസവും അവിടെ നിന്ന് കടന്നു പോകുന്നത്. അതായത് ഞാൻ ഈ തൊഴുന്നത് എന്നെ നോക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ കൃഷ്ണനെ വന്ദിക്കുന്നത് കൃഷ്ണൻ കാണുന്നില്ല എന്ന സങ്കടത്തിൽ രാധ പോയതായിരുന്നു. വാസ്തവത്തിൽ പിന്നീടാണ് രാധ തിരിച്ചറിയുന്നത് കൃഷ്ണൻ ആ വന്ദിക്കുന്ന കൈകളെ മാത്രമല്ല രാധയുടെ സർവാംഗങ്ങളെയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പിന്നീടാണ് രാധയ്ക്ക് മനസ്സിലായതെന്നാണ് ആ വരികൾ പറയുന്നത്. തും മേരെ ഏക് ഏക് അംഗ് കി ഏക് ഏക് ഗതിക്കോ, എൻ്റെ ഓരോ ശരീരഭാഗങ്ങളുടെയും ചലനങ്ങളെ പൂരി തര ബാന്ധുലോകെ, മുഴുവനായും നീ സ്വീകരിച്ചിരുന്നുവെന്ന്, അല്ലെങ്കിൽ പൂർണ്ണമായും നീ ബന്ധിച്ചിരുന്നുവെന്ന്, അതാണ് ബാന്ധന എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രണമിക്കുന്നത് മാത്രമല്ല എൻ്റെ മുഴുവൻ ശരീര ചലനങ്ങളെയും നീ സ്വീകരിച്ചിരുന്നുവെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഇസ് സമ്പൂർണ്ണക്കെ ലോഭി തും, ലോഭി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഭം എന്ന് പറയുന്നത് അതിമോഹമുള്ള എന്നുള്ള അർത്ഥമാണല്ലോ. ലോഭം എന്ന് പറയുന്നത് ഇതിനോടെങ്കിലുമുള്ള അദമ്യമായ ആഗ്രഹം എന്നുള്ളതാണ്. അപ്പോൾ ഇസ് സമ്പൂർണ്ണക്കെ ലോഭി തും ഫലാ ഉസ് പ്രണാമ മാത്രക്കോ ക്യോം സ്വീകാർത്തെ, അവിടെ കൃഷ്ണനോട് എന്താ പറയുക, ഒരു പരിഹാസ രൂപേണ കൃഷ്ണനോട് സംവദിക്കുകയാണ് രാധ മനസ്സുകൊണ്ട്. അപ്പോൾ അവിടെ കുറച്ച് എന്താ പറയുക, ഒരു ഫണ്ണി ടോക്കാണത്. അതായത് നിനക്ക് എൻ്റെ പ്രണാമം മാത്രമായിരുന്നില്ല വേണ്ടിയിരുന്നതെന്ന് എനിക്ക് അന്ന് അറിയില്ലായിരുന്നല്ലോ. ഒരു ദ്വയാർത്ഥ രീതിയിലുള്ള ഒരു സംഭാഷണമാണത്. എന്താണ്? ഈ സമ്പൂർണ്ണക്കെ ലോഭി, അപ്പോൾ എന്നെ മൊത്തത്തിൽ ആഗ്രഹിക്കുന്ന നിനക്ക്, എന്നെ പൂർണ്ണമായും വേണമെന്ന് ആഗ്രഹിക്കുന്ന നിനക്ക് ഉസ് പ്രണാമ മാത്രക്കോ ക്യോം സ്വീകാർത്തെ, എൻ്റെ പ്രണാമം മാത്രമായിട്ട് എന്തിനാണ് കണ്ണാ അല്ലേ എന്ന് രാധ ചോദിക്കുകയാണ്. അപ്പോൾ ഇസ് സമ്പൂർണ്ണക്കെ ലോഭി തും, അപ്പോൾ മേരെ സമ്പൂർണ്ണ ശരീരക്കെ ലോഭി ഹോ തും, അല്ലെങ്കിൽ മേരെ സമ്പൂർണ്ണ മനക്കെ ലോഭി ഹോ തും. അപ്പോൾ എന്നെ പൂർണ്ണമായും ആഗ്രഹിക്കുന്ന നിനക്ക് എൻ്റെ പ്രണാമം മാത്രമായിട്ട് എന്തിനാണ് അല്ലേ കണ്ണാ? ഭലാ ഉസ് പ്രണാമ മാത്രക്കോ ക്യോം സ്വീകാർത്തെ, അതുകൊണ്ടാണ് നീ എൻ്റെ ആ പ്രണാമത്തിനോട് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് അല്ലേ? ആർ മുച്ച് പഗ്ലിക്കോ ദേഖോ, ഞാനൊരു പഗ്ലി ഹെന, പഗ്ലി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പൊട്ടിപ്പെണ്ണല്ലേ, നിന്റെ ആ സൂത്രവും തന്ത്രവും ഒന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ. മുച്ച് ജേസി പഗ്ലിക്കോ, എന്നെ പോലെയുള്ളൊരു പൊട്ടിപ്പെണ്ണിന് നിന്റെ ഇത്തരം ലീലകളൊന്നും മനസ്സിലാവില്ലല്ലോ കണ്ണ എന്നാണ് അവിടെ രാധ പറയുന്നത്. അപ്പോൾ തും മേരെ സമ്പൂർണ്ണക്കെ ലോഭി ഹോ, എന്നെ പൂർണ്ണമായും വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് നീ. ആ കണ്ണന് എന്തിനാണ് എൻ്റെ ഈ പ്രണാമം മാത്രമായിട്ട് എന്നത് എനിക്കന്ന് മനസ്സിലാകാതെ പോയല്ലോ. ഓർ മുച്ച് പഗ്ലിക്കോ ദേഖോ കി, അപ്പോൾ ഞാനൊരു പൊട്ടിപ്പെണ്ണല്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് കരുതി, നീ ഇങ്ങനെ സാംസാരിക മോഹമായകളോടെല്ലാം വിരക്തിയിൽ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മുന്നിൽ വന്ന് നിന്നാൽ അതുപോലും കാണാത്ത വിധം അത്രത്തോളം ആധ്യാത്മിക ചിന്തയിൽ നീ നിൽക്കുകയാണെന്ന് കരുതാൻ മാത്രം ഒരു വിഡ്ഢിപ്പെണ്ണായി പോയല്ലോ ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കാതെ പോയി. അല്ലെങ്കിൽ ഞാൻ നിന്നെ പ്രണമിക്കുന്നത് മാത്രമല്ല നീ ശ്രദ്ധിക്കുന്നത്, എന്നെ മൊത്തത്തിൽ നീ വാച്ച് ചെയ്യുന്നുണ്ടെന്നത് പോലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയല്ലോ കണ്ണ എന്നാണ് അവിടെ രാധ പറയുന്നത്. അപ്പോൾ മുച്ച് പഗ്ലിക്കോ ദേഖോ,
मैं तो कितनी पगली हूँ ना, ഞാൻ എത്ര വിഡ്ഢിയാണ്. मैं तुम्हें समझती थी, ഞാൻ നിന്നെക്കുറിച്ച് എന്താണ് കരുതിയിരുന്നത്. തും കിത്തനെ വീതരാഗ് ഹോ, കിത്തനെ നിർലിപ്ത് ഹോ, നിന്നെക്കുറിച്ച് എനിക്കുണ്ടായ തെറ്റിദ്ധാരണകൾ എന്താണ്. തും ബഹുത്ത് വീതരാഗ് ഹോ. വീതരാഗ് നേരത്തെ വന്ന വരികളാണല്ലോ. വീതരാഗ്, അഡിഗ് എന്നൊക്കെ ഉള്ള ആ വരികൾ നേരത്തെ വന്നാണ്. എന്തെന്നാണ് രാധ കരുതിയത് കൃഷ്ണനെ കുറിച്ച്. ബഹുത്ത് നിർലിപ്ത് ഹേ. നിർലിപ്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു റിലേഷൻ ഇല്ലാതെ, ലഗാവ് ന രഹ്നെ വാല, ലഗാവ് ന രഖ്നെ വാല, പരിസരവുമായി ഒരു ബന്ധവും ഇല്ലാതെ, ഒരു ചുറ്റുപാടുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ, മറ്റൊരു ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു മൈൻഡിൽ, ആധ്യാത്മികമായ ചിന്തയിൽ മാത്രം നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് നിർലിപ്തത. അങ്ങനെ നിൽക്കുന്ന ആളാണ് നീ. അതായത് ചുറ്റുവട്ടം നടക്കുന്നതിലൊന്നും നീ കോൺഷ്യസ് അല്ല എന്ന് ഞാൻ കരുതിപ്പോയി നിന്നെക്കുറിച്ച്. അതുപോലെ തന്നെ അടുത്ത വാക്ക് എന്താണ്, കിത്തനെ നിർലിപ്ത് ഹോ, നീ എത്ര നിർലിപ്തനാണ്, അല്ലെങ്കിൽ ഈ സാംസാരികമായ ഭൗതികമായ മോഹമായകളിലൊന്നും, ഇവിടെയുള്ള ഒരു ചിന്തകളിലും നീ അട്രാക്റ്റഡ് അല്ല, അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആണ് നീ എന്നാണല്ലോ ഞാൻ കരുതിപ്പോയത് കൃഷ്ണ. അപ്പോൾ അങ്ങനെ സ്വയം വോ കഹത്തി ഹേ മേ കിത്നി പഗ്ലി ഹേ, ഞാൻ എത്ര വിഡ്ഢിയാണ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയാതെ പോയല്ലോ. അപ്പോൾ എന്നെ നീ, എൻ്റെ പ്രണാമം മാത്രമല്ല എന്നെ പൂർണ്ണമായും നീ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയല്ലോ കണ്ണ എന്നുള്ള ആ ഒരു സംസാരമാണ് അവിടെ രാധയുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ इस प्रकार कृष्ण ने अपने वीतरागी और अनासक्त भाव के माध्यम से वास्तव में क्या किया है, राधा के मन में कृष्ण के प्रति पूर्ण आसक्ति पैदा कर दी है. രാധ വാസ്തവത്തിൽ കൃഷ്ണൻ ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്, രാധയെ അവഗണിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് രാധയുടെ മനസ്സിൽ രാവും പകലും എന്നില്ലാതെ കയറിക്കൂടുക എന്നൊരു ഉദ്ദേശമായിരുന്നു കൃഷ്ണനുണ്ടായിരുന്നത്. കൃഷ്ണൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഇപ്പോൾ രാധയുടെ പ്രണാമത്തെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നെ നോക്കി ചിരിക്കും, ഞാനും ചിരിക്കും, രണ്ടുപേരും അതേ വഴിക്ക് കടന്നു പോകും. മറിച്ച് ഞാൻ അവളെ അവഗണിക്കുകയാണെങ്കിൽ അവളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ മാത്രമായിരിക്കുമല്ലോ എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അവിടെ കൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് തന്നെയാണ് അവിടെ സംഭവിച്ചതും. അവിടുന്ന് വളരെ സങ്കടപ്പെട്ട് രാധ പോവുകയും രാധയ്ക്ക് പിന്നെ കൃഷ്ണനെ കുറിച്ച് മാത്രമാണ് ചിന്ത. എന്തുകൊണ്ടാണ് എന്നെ നോക്കാഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ പ്രണാമം സ്വീകരിക്കാഞ്ഞത് എന്നുള്ള ചിന്തകളാണ് രാധയുടെ മനസ്സിൽ. വാസ്തവത്തിൽ കൃഷ്ണൻ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു, രാധയുടെ പ്രണാമം മാത്രമല്ല സ്വീകരിച്ചത്, രാധയെ തന്നെയായിരുന്നു. ഉസ്കെ സർവാംഗ് കോ വോ ദേഖ് രഹാ ഥാ, അല്ലേ, രാധയെ സമ്പൂർണ്ണമായും അവളുടെ ഓരോ ശാരീരിക ചലനങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു വാസ്തവത്തിൽ കണ്ണൻ. അപ്പം അതും വളരെ മനോഹരമായൊരു പ്രണയ കാവ്യമായിട്ട് നമുക്ക് ഇതിനെയും പറയാം. അപ്പോൾ അതാണ് തീസ്രാ ഗീത്.